5000 കിലോയോളം കപ്പ ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളും യുവാക്കളും ഒക്കെ വളരെ നന്നായിട്ട് എല്ലാവരുടെയും ഒരു ഭാഗഭാഗത്തുണ്ട് ഇതിനകത്ത്. എൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ അനുഭവം തന്നെയാണിത്. ഇവിടെ വന്ന് നേർച്ചപ്പുഴു കഴിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഒരു 50 വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. കഴിച്ചില്ലെങ്കിൽ വിഷമം. നെടുങ്കുന്നം എന്ന ഗ്രാമത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത് ആവി പറക്കുന്ന പുഴുക്കു നേർച്ചയുടെ മണവും രുചിയുമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കിഴക്കൻ പ്രദേശമായ നെടുങ്കുന്നം സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഫൊറോന പള്ളിയിലാണ്. ഇവിടെ എല്ലാ വർഷവും മലയാള മാസം വൃശ്ചികം 13-ാം തീയതി വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ തിരുനാൾ വളരെ വ്യത്യസ്തമായി ആഘോഷിക്കുകയാണ്. ഈ അതിരൂപതയിൽ ഒരു പള്ളി മാത്രമേ സ്നാപയോഹന്നാൻ്റെ പേരിലുള്ളൂ എന്നുള്ളത് ആദ്യത്തെ പ്രത്യേകതയാണ്. മറ്റൊന്ന് ഇവിടുത്തെ പുഴുക്ക് നേർച്ചയാണ്. പുഴുക്ക് നേർച്ച ഉണ്ടാകാനായിട്ടുള്ള കാരണം, പണ്ട് നെടുങ്ങോത്തച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ആദ്യത്തെ വികാരിയായിരുന്നു ഇവിടെ. ആദ്യത്തെ വികാരിയായിരുന്ന അച്ഛൻ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അരിയും മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. അത് മറ്റുള്ളവർ നേർച്ചയായിട്ട് തരുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം സംഭരിച്ച് അച്ഛൻ ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അരിക്ക് ക്ഷാമം വന്നപ്പോൾ അച്ഛന് ഇങ്ങനെ ഫലമൂലാദികളെ എല്ലാം കൂടെ മേടിച്ചിട്ട് ഇങ്ങനെ ഒരു പുഴുക്ക് ഉണ്ടാക്കി അത് കൊടുക്കുവാനായിട്ട് തുടങ്ങി. അത് പിന്നീട് അതൊരു പുഴുക്ക് നേർച്ചയായിട്ട് മാറ്റപ്പെടുകയാണ്. എല്ലാ വർഷവും തിരുനാളിനനുബന്ധിച്ച് അങ്ങനെ നാനാജാതി മതസ്ഥർക്ക് വിളമ്പിക്കൊടുക്കുന്ന ഒരു വലിയ നേർച്ചയായിട്ട് ഈ പുഴുക്ക് നേർച്ച രൂപാന്തരപ്പെട്ടു. ഏതാണ്ട് ഒരു മാസം മുൻപ് മുതൽ ഇതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. 800-850 കുട്ടകളിലായിട്ടാണ് ഇത് വിളമ്പുന്നത്. നമ്മൾ നേർച്ച ഉണ്ടാക്കി പൻപുകളിലാണ് ഇത് നമ്മൾ ഇടുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ആളുകളെ ഈശോ പണ്ട് പന്തിമന്തിയായിട്ട് ഇരുത്തി അപ്പം എല്ലാവർക്കും കൊടുത്ത പോലെ ഇതും പന്തിമന്തിയായിട്ട് ഇരുത്തി എല്ലാവർക്കും ഇങ്ങനെ വിളമ്പിക്കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇത് ഇടവക്കാരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പുഴുക്ക് നേർച്ചയാണ്. നെടുങ്കുന്നം പള്ളിയുടെ മാത്രമല്ല, നാനാജാതി മതസ്ഥരുടെ ഒരു കൂട്ടായ്മയുടെ വേദിയായിട്ട് വേണമെങ്കിൽ ഈ പുഴുക്ക് നേർച്ചയെ വിശേഷിപ്പിക്കാൻ പറ്റും. 2-3-4 വർഷം മുമ്പ് അറനിറയ്ക്കൽ എന്ന ഒരു പരിപാടി വിഭവശേഖരണത്തിനായിട്ട് ഒരു പ്രദക്ഷിണം തന്നെ കറുകച്ചാലിൽ നിന്ന് ആരംഭിക്കുകയുണ്ടായി. എല്ലാ മതസ്ഥരായ മനുഷ്യരും തങ്ങളുടെ ഫലമൂലാദികൾ പുണ്യവാന് കൊടുക്കുന്നതായിട്ട് ആണ് കാണാൻ സാധിച്ചത്. ഇനി വെറുതെ കൊടുക്കുക മാത്രമല്ല, അന്ന് പുഴുക്ക് നേർച്ചയുടെ അന്നത്തെ ദിവസം ഇവരെല്ലാവരും അത് സ്വീകരിക്കുവാനായിട്ട് ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങൾ, ദേവാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഈ പുഴുക്ക് നേർച്ചയുടെ ഉണ്ടാക്കുന്ന വിധം തീർച്ചയായിട്ടും മറ്റൊരു സവിശേഷതയാണ്. ഇടവേലിയുള്ള എല്ലാവരും കൂടി ചേർന്ന് ആ പുഴുക്ക് നേർച്ച ഉണ്ടാക്കും. അതിനായിട്ട് നേരത്തെ തന്നെ കമ്മിറ്റികൾ രൂപാന്തരപ്പെടുത്തും. അതിനകത്ത് പ്രധാനമായിട്ട് ഇവിടെ കപ്പയുണ്ട്, അതോടൊപ്പം തന്നെ ചേമ്പുണ്ട്, കാച്ചിലുണ്ട്, അതോടൊപ്പം തന്നെ ഏത്തയ്ക്ക ഉണ്ട്, പിന്നെ ഇറച്ചി. അത് മിക്കവാറും പോത്തിൻ്റെയോ കാളയുടെ ഇറച്ചിയായിരിക്കും. അത് വെച്ചുകൊണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ആണ് ഉണ്ടാക്കിയെടുക്കുക. ആ നേർച്ച ഭക്ഷണം കഴിക്കുന്നവർ ഒത്തിരി പേര് പല വിധത്തിലുള്ള സൗഖ്യങ്ങൾ പ്രാപിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പോർത്തുഗീസുകാർ ഒരു കടലിലൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ അവർ പെട്ടെന്ന് ഒരു നേർച്ച നേർന്ന് കിഴക്കൻ പ്രദേശങ്ങളിൽ സ്നാപയോഹന്നാൻ്റെ പേരിൽ ഒരു പള്ളി പണിയാവുന്നു. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നെടുങ്കുന്നത്താണ് അത് ഉള്ള ഭാഗ്യം കിട്ടിയത്. അങ്ങനെയാണ് ഇവിടെ പള്ളി ഉണ്ടാകുവാനായിട്ടുള്ള കാരണം. അപ്പോൾ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശുദ്ധ സ്നാപയോഹന്നാൻ്റെ പേരിലുള്ള ഏക ഫൊറോന ദേവാലയം എന്ന് പറയുന്നതും ഏക പള്ളി എന്ന് പറയുന്നതും നെടുങ്കുന്നം പള്ളിയാണ്. ഏകദേശം ഒരു 40,000 പേരോളം അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും നേർച്ചയായിട്ടാണ് അത് സ്വീകരിക്കുക. 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് എല്ലാവർക്കും 30,000, 40,000 പേർക്ക് ഈ നേർച്ച വിളമ്പുവാനായിട്ട് സാധിക്കുന്ന ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്.
നടത്തുന്നത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് നടത്തി വരുന്നത്. തേക്കിലയിലാണ് ഈ നേർച്ച ഭക്ഷണം വിളമ്പുന്നത്. തേക്കില നമ്മുടെ നാട്ടിൽ നിന്നും വെട്ടി എടുത്ത് അത് 3-4 ദിവസം മുമ്പ് ആ തേക്കിലയെല്ലാം വൃത്തിയായിട്ട് തൂത്ത് ഭംഗിയാക്കി അത് നമ്മളിവിടെ സംഭരിച്ച് വയ്ക്കും. ഏകദേശം 10-80,000 ഇലകൾ ഓരോ വർഷവും സംഭരിക്കാറുണ്ട്. നേർച്ച ഭക്ഷണം കഴിക്കുക മാത്രമല്ല, കുറേ അത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പതിവുമുണ്ട്. ഈ നേർച്ച ഭക്ഷണം രാവിലെ 2 മണിക്കാണ് ഉണ്ടാക്കുവാനായിട്ട് ആരംഭിക്കുക. 2 മണിക്കാണ് ആദ്യത്തെ ചെമ്പ് അടുപ്പിൽ വയ്ക്കുക. ഏകദേശം 35 ചെമ്പോളം നേർച്ച ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. പുരാതനമായ ഒരു പള്ളിയായിരുന്നു ഇത്. പള്ളി ഇല്ലാഞ്ഞ സമയത്താണ് നമ്മളിവിടെ ഇത് സ്ഥാപിച്ചത്. അന്ന് ആഹാരത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് ഇവിടെ വരുന്ന വിശ്വാസികൾക്ക് തേങ്ങാക്കൊത്തും അങ്ങനെയുള്ള ഫലവൃക്ഷവും ആണ് നൽകിക്കൊണ്ടിരുന്നത്. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തിരുനാൾ കൂടുവാനായി വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഫലവൃക്ഷാദികളോടുകൂടി നമുക്ക് ഇത് നേർച്ചയായി ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഇതൊരു പ്രശസ്തമായ ഒരു പുഴുക്ക് നേർച്ചയുടെ കാലത്തേക്ക് ഇത് നീങ്ങിയത്. സാറേ, ഈ പുഴുക്ക് നേർച്ചയിലേക്കുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഒത്തിരി പ്രത്യേകതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അറനിറയ്ക്കൽ പോലുള്ള ആ ആചാരത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഏകദേശം 10 വർഷം മുൻപ് ബഹുമാനപ്പെട്ട നെൽപ്പുരപ്പറമ്പിലച്ചൻ്റെ കാലത്താണ് കറുകച്ചാൽ ചാപ്പലിൽ നിന്ന് ഒരു അറനിറയ്ക്കൽ പ്രദക്ഷിണം നമ്മൾ ആരംഭിച്ചത്. അത് ഇപ്പോൾ വരെ കഴിഞ്ഞ 10 കൊല്ലമായി വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. കറുകച്ചാലിലെ വ്യാപാരി സമൂഹവും അതുപോലെ തന്നെ അവിടുത്തെ നാനാജാതി മതസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള മേലധികാരികളും അതുപോലെ കറുകച്ചാൽ മുതൽ നെടുങ്കുന്നം വരെയുള്ള ഭാഗത്തെ എല്ലാ ആൾക്കാരും വളരെയധികം ഉത്സാഹത്തോടുകൂടി ഈ അറനിറയ്ക്കൽ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നു. ജോസ് കെ സാറ് ഈ പള്ളിയുടെ കൈക്കാരനാണ്. സാറ്, ഈ പുഴുക്ക് നേർച്ചയുടെ തയ്യാറെടുപ്പ്, അത് വേയിക്കുന്നത്, അതിൻ്റെ അടുപ്പ് നിറയ്ക്കൽ, അതിൻ്റെ വിഭവങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പുഴുക്ക് നേർച്ചയ്ക്ക് ഒരു 5000 കിലോയോളം കപ്പ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ 2000 കിലോയോളം ചേമ്പ്, 1000 കിലോ കാച്ചിൽ, ഏത്തയ്ക്കയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുന്നില്ല. അതിഷ്ടം പോലെ നമ്മുടെ ആളുകൾ കൊണ്ടുത്തരുന്നുണ്ട്. 5-6 കാളകളെ വാങ്ങിച്ചിട്ടുണ്ട്. ആ മാംസവും നമ്മൾ ഇതിനകത്ത് ചേർത്ത് അങ്ങനെയാണ് പുഴുക്ക് നേർച്ച തയ്യാറാക്കുന്നത്. ഈ പുഴുക്ക് നേർച്ചയിൽ വനിതകളുടെയും യുവാക്കളുടെയൊക്കെ പങ്കാളിത്തം എങ്ങനെയാണ് ചേച്ചി? നെടുങ്കുന്നം പള്ളി പുഴുക്ക് നേർച്ച എന്ന് പറയുന്നത് നെടുങ്കുന്നം ഇടവകയിലെ അംഗങ്ങളുടെ മാത്രമല്ല, നെടുങ്കുന്നം പ്രദേശത്തെ മുഴുവൻ ആളുകളുടെ ഒരു ഉത്സവം തന്നെയാണ്. നേർച്ച വിളമ്പാൻ വരെ ഈ വർഷം സ്ത്രീകളെ നിയോഗിച്ചിട്ടുണ്ട്. ഇടവക ജനങ്ങളും പുറത്തുള്ളവരും, ഇപ്പോൾ അടുത്തിരുന്ന ഒരു അമ്മച്ചി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, കാലടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ പുഴുക്കൊരുക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി പാചകത്തിന് നേതൃത്വം നൽകുന്ന കുട്ടപ്പൻ ചേട്ടനാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്, അല്ലേ? കുട്ടപ്പൻ ചേട്ടൻ, ഈ പഴയ ഓർമ്മകൾ എങ്ങനെയാണ്? ഈ 10-30 വർഷം മുമ്പ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് ഞങ്ങൾ ഒരു 8-10 ചെമ്പ് സാധനങ്ങളായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ചെമ്പിനെ വെള്ളം ഒഴിക്കുന്നതിന് കൃത്യ അളവുണ്ട്. ആ അളവിന് വെള്ളം ഒഴിക്കും, മസാലയിടും, ഉപ്പിടും, എണ്ണയൊഴിക്കും. എന്നിട്ട് ബാക്കി കപ്പ, കാച്ചിൽ, ചേമ്പ്, ഏത്തയ്ക്ക, ഇറച്ചി, പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും കപ്പയിടും. അങ്ങനെ അതിട്ട് കൂമ്പാരം കൂട്ടിയിട്ടിട്ട് ഞങ്ങൾ ഒതുക്കി വെക്കും. അത് നല്ല തീയിൽ വേവും. അത് കഴിഞ്ഞിട്ട് അത് വിറകടുപ്പാണ്. വിറകിൽ മാത്രമേ ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളൂ. അച്ഛൻ വന്ന പ്രാർത്ഥനയുണ്ട്. അച്ഛൻ വന്ന വീട് ഇത് അടുപ്പും വെഞ്ചരിക്കും. പിന്നെ അതിന് മുമ്പ് ഒരു പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2 മണിയാവും. ഒരു 50,000 ആളിന് മേളിലുണ്ട്. ശനിയാഴ്ചയും കൂടെ ആയത് കാരണം മലബാറിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിഴക്കു നിന്നാണെന്നൊരു കട്ടപ്പനയിൽ നിന്നൊക്കെ ആൾക്കാർ വരും. എൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ അനുഭവം തന്നെയാണിത്. വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ശരിക്കും നാട് ഉണരുന്ന ഒരു സന്തോഷത്തിൻ്റെ, ഒരു പങ്കുവയ്ക്കലിൻ്റെ, കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് വൃശ്ചികം 13 നെടുങ്കുന്നം സെൻറ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിലെ ഇന്ന് പുഴുക്ക് നേർച്ച വിതരണത്തിനുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞു. എല്ലാവരും തേക്കില കയ്യിലേറ്റു വാങ്ങിക്കഴിഞ്ഞു. ചേട്ടൻ്റെ പേരിന്? എൻ്റെ ഒരു ബോബൻ എന്നാണ്. അതുപോലെ കാഞ്ഞിരപ്പള്ളി ചെറുവള്ളി എന്ന് പറയും. എല്ലാ വർഷവും ഞങ്ങളുടെ പെരുന്നാളിന് വരുന്നതാണ്. ഇവിടെ വന്ന് നേർച്ചപ്പുഴുക്ക് കഴിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. 92 വയസ്സുണ്ട്. ഒരു 50 വർഷമായിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്.
ഒരു ദിവസം കുടുംബമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചമ്പക്കുളത്ത് നിന്നാണ് വരുന്നത്. കെട്ടിച്ചു വിട്ട എല്ലാ മക്കളും പെരുന്നാളാകുമ്പോഴത്തേക്കും ഇവിടെ വന്ന് ഓടി വന്ന് എല്ലാവരും തന്നെ പെരുന്നാൾ പുഴുക്ക് കൂടാനും കർമ്മങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നാട്ടിലെവിടെയാണെങ്കിലും നമ്മൾ വരും പെരുന്നാൾ കൂടെ. തവണ ഇച്ചിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. ഈ ഇടവക തന്നെയാണോ? ഈ ഇടവക തന്നെ. അതെ 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 അതെ. നൂറ്റാണ്ടുകളായി നടക്കുന്ന ഈ നാടിൻ്റെ നെടുകുന്നത്ത് നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്നിവിടെ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകളുണ്ട്. അത്രമാത്രം ഒരു മതേതരത്വത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ വേദി കൂടിയായി ഈ പുഴുക്കുനേർച്ച കാലം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഈ നാടിൻ്റെ ഒരു വലിയ പൈതൃകമാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നസ്രാണി തനിമയും നസ്രാണി പാരമ്പര്യങ്ങളും ഒക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നസ്രാണി ഭക്ഷണക്രമം എന്ന് പറയുന്നത്. അതിലെ എല്ലും കപ്പയും നമ്മളെ എല്ലുമുറിയെ പണിയെടുക്കുന്ന നസ്രാണികളുടെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണക്രമമാണ്. പ്രത്യേകിച്ച് നെടുങ്കുന്നം ഒരു കിഴക്കൻ പ്രദേശമാണ്. ഇവിടെ എല്ലുമുറി അധ്വാനിക്കുന്ന നസ്രാണികൾ പരമ്പരാഗതമായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. വിശിഷ്ടമായിട്ടുള്ള ഒരു രുചിക്കൂട്ടാണ് ഇതിനായിട്ടുള്ളത്. ഇത് കേരളത്തിൽ മറ്റൊരിടത്തുമില്ല. 100 മേളിൽ വർഷങ്ങളായിട്ട് ഇവിടെ തുറന്നു പോരുന്ന ഒരു പാരമ്പര്യമാണ്. നെടുങ്കുന്നം പള്ളിയിലെ വിദൂരദേശത്തു നിന്ന് നടന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ആളുകൾക്കെല്ലാം ഞങ്ങൾ എല്ലാ ദിവസവും കപ്പയും ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുമായിരുന്നു. യോഹന്നാൻ മാംദാനയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ കിഴങ്ങുകൾ വർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പുഴുക്ക് നേർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാ വർഷവും വരുന്ന ഞങ്ങൾ എല്ലാ വർഷവും വരുന്നു. കഴിച്ചോ? കഴിച്ചു കഴിച്ചില്ലെങ്കിലാ വിഷമം, വന്നില്ലെങ്കിൽ. ജാതി മതമൊന്നും ഇല്ലല്ലോ നമുക്ക്, അങ്ങനെയല്ലല്ലോ. നേർച്ചയിൽ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. കുരിശുമൂട്ടിൽ നിന്നാണ് വരുന്നത്. അമ്മ വീടാണ് ഈ വീട്ടിൽ. ഇവിടെ നെടുങ്കുന്നം പള്ളിയിൽ ഒരിക്കൽ പോലും ഒരു വർഷം ഈ 37 വർഷത്തിൽ വീട്ടിൽ കുഞ്ഞിനെ വരുന്നുള്ള അമ്മ കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉള്ളത്.